നമുക്ക് ഭക്തിയിൽ ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു ഭക്ത കൂട്ടായ്മയിൽ ഇരുന്ന് ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാൻ സാധിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളൊക്കെ ഇന്നിവിടെ ഇരിക്കുന്നത് അല്ലേ? ഒരു ഭക്ത കൂട്ടായ്മയാണ്. ഇനി ബി എന്ന് പറയുന്നത് ബുക്സാണ്. ഭഗവാനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യണം? വായിക്കണം. ഇങ്ങനെ കൂടുതൽ കൂടുതൽ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഈ നവവിധ ഭക്തി നമ്മുടെ സ്മരണത്തിലും കീർത്തനത്തിലും ഒക്കെ ഭഗവാൻ നിറഞ്ഞു നിൽക്കും. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ കലിയുഗത്തിൽ ഏറ്റവും വേണ്ടതുമാണ് ചാൻറ്റിങ് എന്ന് പറയാം, നാമജപം. നാമജപത്തിലൂടെ മാത്രമാണ് ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് ഹരേ നാമ ഹരേ നാമേവ കേവലം. ഹരിനാമ ജപമാണ് കലിയുഗത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ആ ജപത്തിലൂടെ മാത്രമേ അവിടെ നമുക്ക് ഭഗവാനിൽ എത്താൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നാളെയൊക്കെ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ മാക്സിമം നിങ്ങൾ ജപിക്കാൻ, ഹരിനാമം ജപിക്കാൻ വേണ്ടി ശ്രമിക്കാം. 108 തവണ ജപിക്കുമ്പോൾ അത് ഒരു മാലയാവും. ചുരുങ്ങിയത് 16 മാലയെങ്കിലും ജപിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നിങ്ങൾ ജപിക്കുമ്പോൾ ഭഗവാനും രാധാറാണിയും മറ്റ് ദേവതമാരും എല്ലാം നിങ്ങളുടെ ചുറ്റും നൃത്തം ചെയ്യുന്നുണ്ടാവും. ആ ഒരു ശക്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ ശക്തികളും വർദ്ധിച്ചു വരും. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സദാ ഭഗവാന്റെ ഒരു